എടാ അപ്പൊ നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ നമ്മൾ എന്തൊക്കെയാ കണ്ടേ? എന്താണ് നമ്പർ സിസ്റ്റം എന്ന് പഠിച്ചു. നമ്പർ സിസ്റ്റംസ് ഏതൊക്കെ ഉണ്ടെന്ന് പഠിച്ചു. ഏതൊക്കെയാ? നാച്ചുറൽ നമ്പർ ഉണ്ട്, എന്താ പറയാ, ഹോൾ നമ്പർ ഉണ്ട്, ഇന്റിജേഴ്സ് ഉണ്ട്, റാഷണൽ ഉണ്ട്, ഇറാഷണൽ ഉണ്ട്, അതുപോലെ തന്നെ റിയൽ നമ്പേഴ്സും ഉണ്ട്. അതിന് ഡെസിമൽ എക്സ്പാൻഷൻസ് പഠിച്ചു. അതിലെങ്ങനെ നോൺ ടെർമിനൽ ടെർമിനൽ ടൈംസുകൾ പഠിച്ചു. അതെങ്ങനെ നോൺ ടെർമിനൽ ആകും, എങ്ങനെ ടെർമിനൽ ആകും, സോറി ടെർമിനൽ അല്ല, ടെർമിനേറ്റിംഗ് നോൺ ടെർമിനേറ്റിംഗ്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. പക്ഷെ സംഭവം നമ്മൾ പഠിക്കുന്നത് മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് അല്ലേ. മാത്സ് ആവണമെങ്കിൽ അവിടെ ആര് വേണം? പ്രോബ്ലംസ് വേണം. കണക്കില്ലാതെ എന്ത് കണക്കല്ലേ? സോ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ടെക്സ്റ്റിനകത്തുള്ള പ്രോബ്ലംസ് തന്നെ ചെയ്യുന്നത്. ഫസ്റ്റ് എക്സാമ്പിൾ ആണ്. നിങ്ങളുടെ ടെക്സ്റ്റിനകത്തുള്ള ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ആർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ഓർ ഫോൾസ്, ഗീവ് റീസൺസ് ഫോർ യുവർ ആൻസർ. അതായത് കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് എഴുതണം. ഇനി അത് ട്രൂ ആയാലും ഫോൾസ് ആയാലും വെറുതെ അങ്ങ് എഴുതിയാൽ പോലെ റീസൺ കൂടി പറയണം. ഓക്കെ ആണല്ലോ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കാം. എവരി വോൾ നമ്പർ ഈസ് എ നാച്ചുറൽ നമ്പർ. എല്ലാ വോൾ നമ്പറും നാച്ചുറൽ നമ്പർ ആണോ? നമുക്കറിയാം വോൾ നമ്പർ ഇതിനകത്ത് നമ്മൾ ഒരു ട്രിക്ക് ഉപയോഗിച്ച് വേണമെങ്കിൽ ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാം. പക്ഷേ റീസൺ കൂടി എഴുതണം. ഓക്കെ, അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അതിന്റെ കൺസെപ്റ്റ് മനസ്സിലായിരിക്കണം. ഓക്കെ, സോ എവരി വോൾ നമ്പർ ഈസ് എ നാച്ചുറൽ നമ്പർ. വോൾ നമ്പർ എന്ന് പറഞ്ഞാൽ സീറോയും നാച്ചുറൽ നമ്പറും കൂടെ ചേരുന്നതാണ്. അപ്പൊ നമ്മൾ എഴുതാനുള്ളത് എങ്ങനെയാ? ഇതിനകത്തുള്ള ലാർജസ്റ്റ് സെറ്റ് എടുക്കണം. ലാർജസ്റ്റ് സെറ്റിന്റെ ഇക്വേഷൻ എഴുതണം. സോ ലാർജസ്റ്റ് സെറ്റ് വോൾ നമ്പർ ആണ്. വോൾ നമ്പർ എന്ന് പറഞ്ഞാൽ സീറോയും നാച്ചുറൽ നമ്പറും കൂടി ചേരുന്നതാണ്. ഇനി നോക്കിയാടാ, എല്ലാ വോൾ നമ്പറും നാച്ചുറൽ നമ്പർ ആണോ? ആണോ? അല്ല. സീറോ എന്ന് പറയുന്ന വോൾ നമ്പർ ഈസ് എക്സ്ക്ലൂഡഡ് ഫ്രം ദി നാച്ചുറൽ നമ്പർ സെറ്റ്. ഓക്കെ, നാച്ചുറൽ നമ്പറിനകത്ത് സീറോ വരോ? ഇല്ല. സീറോ വരാത്തത് കൊണ്ട് ഈ സീറോ എന്ന് പറയുന്ന വോൾ നമ്പർ നാച്ചുറൽ നമ്പറിൽ ഇൻക്ലൂഡഡ് അല്ല. സോ അതുകൊണ്ട് എന്തല്ല അത് സ്റ്റേറ്റ്മെന്റ് എന്താണ്ടാ? ഫോൾസ് ആണ്. ഇനി വേറൊരു ട്രിക്ക് ആയിട്ട് പറയുകയാണെങ്കിൽ, സോ റീസൺ പറയണം, പക്ഷെ നമുക്ക് ഇതിനകത്ത് ട്രൂ ഓർ ഫോൾസ് എന്ന് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റൂ. റീസൺ നിങ്ങൾ പറയണം. ഓക്കെ, സോ നിങ്ങൾ ഇങ്ങനെ ലാർജ് സെറ്റ് വെച്ചിട്ട് ഇക്വേഷൻ ജനറേറ്റ് ചെയ്തിട്ട് എവരി വോൾ നമ്പർ ഈസ് എ നാച്ചുറൽ നമ്പർ. സോ വോൾ നമ്പറിൽ നിന്ന് നാച്ചുറൽ നമ്പറിലോട്ട് റിലേഷൻ ആണ് ചോദിക്കുന്നത്. എവിടെന്നാ? വോൾ നമ്പറിൽ നിന്ന് നാച്ചുറൽ നമ്പറിലോട്ടുള്ള റിലേഷൻ ആണ് ചോദിക്കുന്നത്. സോ ലെഫ്റ്റിന്ന് റൈറ്റിലോട്ടുള്ള റിലേഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ ഫോൾസ് ആയിരിക്കും. സോ ഇത് നിങ്ങൾ ആൻസർ കണ്ടുപിടിച്ചിട്ട് അത് ശരിയായോ തെറ്റായോ നോക്കാനായിട്ട് വെക്കുന്ന ഒരു വെരിഫിക്കേഷൻ ടെക്നിക്കായിട്ട് മാത്രം കരുതിയാൽ മതി. ഇത് നിങ്ങൾ ഇങ്ങനെ ആൻസർ എഴുതരുത്. നിങ്ങൾ റീസണോട് കൂടി തന്നെ ആൻസർ എഴുതണം. പക്ഷെ ഇതൊരു വെരിഫിക്കേഷൻ ടെക്നിക്ക്, ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്ന രീതിയിൽ മാത്രം ഇത് കാണുക. സോ എവരി വോൾ നമ്പർ ഈസ് എ നാച്ചുറൽ നമ്പർ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് അവിടെ ഫോൾസ് ആണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് ഏതാ? എവരി ഇന്റിജർ ഈസ് എ റാഷണൽ നമ്പർ. ഇന്റിജർ എന്ന് എവരി ഇന്റിജർ ഈസ് എ റാഷണൽ നമ്പർ. സോ റാഷണൽ നമ്പർ ആണ് ഇവിടുത്തെ ലാർജർ സെറ്റ്. സോ ലാർജർ സെറ്റിന്റെ ഇക്വേഷൻ വേണം എഴുതാൻ. ലാർജർ സെറ്റിന്റെ ഇക്വേഷൻ എഴുതാം. ഓക്കെ, ഏതാ? റാഷണൽ നമ്പർ. റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഇന്റിജറിന്റെ കൂടെ ഫ്രാക്ഷൻസും കൂടി ചേരുന്നതാണ്. ഇന്റിജറിന്റെ കൂടെ ഫ്രാക്ഷനും കൂടി ചേരുന്നതാണ്. സോ എവരി ഇന്റിജർ ഈസ് എ റാഷണൽ നമ്പർ. എല്ലാ ഇന്റിജറും റാഷണൽ നമ്പർ ആണോ? ആണല്ലോടാ, എല്ലാ ഇന്റിജറും റാഷണൽ നമ്പർ ആണ്. കാരണം എല്ലാ ഇന്റിജേഴ്സും റാഷണൽ നമ്പർ സെറ്റിനകത്ത് പെടുന്നതാ. സോ ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. ഇനി നമുക്ക് നമ്മുടെ ട്രിക്ക് വെച്ചൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. എവരി ഇന്റിജർ ഈസ് എ റാഷണൽ നമ്പർ. ഇന്റിജറിന്ന് റാഷണൽ നമ്പറോടുള്ള റിലേഷനാണ് ചോദിച്ചിരിക്കുന്നത്. സോ റൈറ്റിന്ന് ലെഫ്റ്റിലോട്ടുള്ള റിലേഷൻ ചോദിച്ചിരിക്കുന്നു. റൈറ്റിന്ന് ലെഫ്റ്റിലോട്ടുള്ള റിലേഷൻ ആണെങ്കിൽ അത് ട്രൂ ആണ്. ലെഫ്റ്റിന്ന് റൈറ്റ് ആണെങ്കിൽ ഫോൾസ്, റൈറ്റിന്ന് ലെഫ്റ്റ് ആണെങ്കിൽ ട്രൂ. ക്ലിയർ ആണല്ലോടാ? ഇത്രയും ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. എവരി റാഷണൽ നമ്പർ ഈസ് ആൻ ഇന്റിജർ. സെയിം ഇക്വേഷൻ. എവരി റാഷണൽ നമ്പർ ഈസ് ആൻ ഇന്റിജർ. Q is equal to Z plus F ആണ്. അതിൽ ആർക്കും ഒരു ഡൗട്ടും ഇല്ല. എവരി റാഷണൽ നമ്പർ ഈസ് ആൻ ഇന്റിജർ. എല്ലാ റാഷണൽ നമ്പറും ഇന്റിജർ ആണോ? അല്ല. റാഷണൽ നമ്പറിനകത്ത് ആര് പെടുന്നുണ്ട്? ഈ ഫ്രാക്ഷൻസ് കൂടി പെടുന്നുണ്ട്. ഈ ഫ്രാക്ഷൻസ് പക്ഷേ ഇന്റിജറിനകത്ത് വരോ? ഇല്ല. സേ ഒരു എക്സാമ്പിൾ എടുക്കാം. 7/3. 7/3 എന്ന് പറഞ്ഞാൽ റാഷണൽ നമ്പറിനകത്തുള്ള ഒരു എലമെന്റ് ആണ്. പക്ഷേ 7/3 എന്ന് പറയുന്നത് ഒരിക്കലും ഇന്റിജറിന്റെ എലമെന്റ് ആവത്തില്ല. ഓക്കെ, ഇന്റിജറിന്റെ എലമെന്റ് ആകത്തില്ല. അതുകൊണ്ട് എല്ലാ റാഷണൽ നമ്പറും ഇന്റിജർ അല്ല. യു ക്യാൻ പ്രൂവ് ഇറ്റ് ബൈ യൂസിങ് ദിസ് എക്സാമ്പിൾ. സോ ഒരു എക്സാമ്പിൾ മതി. ഫോൾസ് ആണെന്ന് തെളിയിക്കാൻ നമുക്ക് എത്ര എക്സാമ്പിൾ മതി? ഒരൊറ്റ എക്സാമ്പിൾ വെച്ചാൽ കാണിച്ചു കൊടുത്താൽ അത് ഫോൾസ് ആണെന്ന് തെളിയിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ട്രിക്ക് വെച്ചൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. റിലേഷൻ എവിടെ നിന്ന് എങ്ങോട്ടാ പറയുന്നത്? റാഷണൽ നമ്പറിൽ നിന്ന് ഇന്റിജറിലോട്ടാ പറയുന്നത്. റാഷണൽ നമ്പറിൽ നിന്ന് ഇന്റിജറിലോട്ടാ പറയുന്നത്. അതായത് ലെഫ്റ്റിന്ന് റൈറ്റിലോട്ടാണ് പറയുന്നത്. ലെഫ്റ്റിന്ന് റൈറ്റിലോട്ടാണെങ്കിൽ അത് ഫോൾസ്. ഓക്കെ ആണല്ലോ? അപ്പം ഈ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതെന്താണ്? ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ എവരി വോൾ നമ്പർ ഈസ് എ നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് ഫോൾസ് ആണ്. എവരി ഇന്റിജർ ഈസ് എ റാഷണൽ നമ്പർ എന്ന് പറയുന്നത് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. എവരി റാഷണൽ നമ്പർ ഈസ് എ ഇന്റിജർ എന്ന് പറയുന്നത് ഒരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ക്ലിയർ ആണല്ലോ? എക്സാമ്പിൾ 1 ക്ലിയർ ആണല്ലോ? ഓക്കെ, രണ്ടാമത്തെ എക്സാമ്പിൾ ഒത്തിരി അത്യാവശ്യം നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് ഫൈൻഡ് 5 റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 1 and 2. സോ
1നും 2നും ഇടയിലുള്ള ഒരു 5 റാഷണൽ നമ്പർ കണ്ടുപിടിക്കണം. സോ വളരെ സിമ്പിൾ ആണ്. കാണുമ്പോൾ ഒത്തിരി പാടായിട്ടൊക്കെ തോന്നുമെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ് ആണ്. കുറച്ച് സ്റ്റെപ്പേ ഉള്ളൂ. ആ സ്റ്റെപ്പ് ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് വെച്ചേക്കുക, മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പൊ എന്ത് കിട്ടും? നമുക്ക് ആൻസർ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. സോ ആദ്യം ചെയ്യേണ്ടത് എത്ര എണ്ണം വേണമെന്ന് ഐഡന്റിഫൈ ചെയ്യുക. എത്ര എണ്ണം വേണം? 5 എണ്ണം വേണം. സോ അതിന്റെ കൂടെ ഒരു 1 കൂട്ടി അതിന്റെ റിസൾട്ട് അവിടെ എന്ത് ചെയ്ത് കരുതി അങ്ങ് വെക്കുക. സോ 5 + 1 6. ഓക്കെ ആണല്ലോടാ? ആദ്യം എന്ത് ചെയ്യുക? എത്ര എണ്ണം വേണമെന്ന് നോക്കുക, അതിന്റെ കൂടെ 1 കൂട്ടിയിട്ട് ആ റിസൾട്ട് ഒന്ന് കരുതി വെച്ചേക്കുക. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊക്കെ നമ്പറിന് ഇടയിലുള്ള എന്താ പറയാ റാഷണൽ നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത് നോക്കുക. ഇവിടെ ഏതാ 1ഉം 2ഉം. അത് റാഷണൽ ഫോമിൽ അല്ല എങ്കിൽ, വിച്ച് മീൻസ് P/Q ഫോമിൽ അല്ല എങ്കിൽ അതിനെ P/Q ഫോമിലോട്ട് ആക്കുക. ഓക്കെ, ഇതിപ്പോ P/Q ഫോമിലാണോ ഉള്ളത്? അല്ല. സോ P/Q ഫോമിലോട്ട് ആക്കുക. സോ P/Q ഒരു ഇന്റിജറിനെ P/Q ഫോമിലാക്കാൻ പറഞ്ഞാൽ എന്താ? by 1 ഇട്ട് കൊടുക്കുക. 1/1ഉം 2/1ഉം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? എത്ര എണ്ണം വേണമെന്ന് കണ്ടുപിടിക്കുക, അതിന്റെ കൂടെ 1 കൂട്ടി അതിന്റെ റിസൾട്ട് ഒന്ന് കരുതി വെച്ചേക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന നമ്പറുകൾ, ഏതിനിടയിലുള്ള നമ്പറുകളാണോ കണ്ടുപിടിക്കേണ്ടത് ആ നമ്പറുകൾ P/Q ഫോമിലാണോ എന്ന് നോക്കുക, അല്ലെങ്കിൽ P/Q ഫോമിലാക്കി വെക്കുക. by 1 വെച്ച് ഡിവൈഡ് ചെയ്ത് വെക്കുക. ഓക്കെ, മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കരുതി വെച്ചിരിക്കുന്ന റിസൾട്ട് ഇല്ലേ, അതിനെ ഒന്നാമത്തെ നമ്പറിന്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ രണ്ടാമത്തെ നമ്പറിന്റെയും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുക. അതിന്റെ റിസൾട്ട് എടുത്തെഴുതുക. റിസൾട്ട് എത്രയാടാ? റിസൾട്ട് എത്രയാ? 1 × 6 6 by 1 × 6 6. ഇവിടെയോ 6 × 2 12, 6 × 1 6. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? 3 സ്റ്റെപ്പായി. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നടാ? ആദ്യം എത്ര എണ്ണം വേണം? +1. അതിന്റെ റിസൾട്ട് കരുതി വെച്ചുക. രണ്ടാമത്തെ സ്റ്റെപ്പ് ഏതിന്റെയൊക്കെ ഇടയിലുള്ളതാണോ അതിനെ P/Q ഫോമിലാക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ഈ കരുതി വെച്ചിരുന്ന റിസൾട്ടിനെ ഒന്നാമത്തെയും രണ്ടാമത്തെയും നമ്പറിന്റെ P/Q ഫോമുമായിട്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലാസ്റ്റ് സ്റ്റെപ്പ് എന്താ? ന്യൂമറേറ്ററുകൾ 1 വീതം കൂട്ടുക. 7. ഓക്കെ, ഡിനോമിനേറ്റർ സെയിം ഡിനോമിനേറ്റർ തന്നെ എഴുതുക. 6. ഓക്കെ, 7/6. ന്യൂമറേറ്റർ 1 വീതം കൂട്ടുക, ഡിനോമിനേറ്റർ സെയിം ഡിനോമിനേറ്റർ എഴുതുക. 9/6, 10/6, ലാസ്റ്റ് 11/6. സോ ഇതാണ് 1നും 2നും ഇടയിലുള്ള 5 റാഷണൽ നമ്പർ. 7/6, 8/6, 9/6, 10/6 ആൻഡ് 11/6. ക്ലിയർ ആണല്ലോടാ? സിമ്പിൾ ആയിട്ട് കിട്ടത്തില്ലേ? ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഇല്ല എങ്കിൽ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് പോവാം. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ 1.1 എക്സസൈസ് ആണ്. ഫസ്റ്റ് എക്സസൈസ്. ഓക്കെ, സോ ഇതും കൂടെ കഴിഞ്ഞാൽ നിങ്ങളുടെ റാഷണൽ നമ്പറിന്റെ അണ്ടറിൽ വരുന്ന പ്രോബ്ലംസ് ഒക്കെ തീരും കേട്ടോ. സോ നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈസ് 0 എ റാഷണൽ നമ്പർ? 0 ഒരു റാഷണൽ നമ്പർ ആണോ അല്ലയോ എന്നാണ്. 0 ഒരു റാഷണൽ നമ്പർ ആണോ അല്ലയോ? ക്യാൻ യു റൈറ്റ് ഇറ്റ് ഇൻ ദി ഫോം ഓഫ് P/Q where P and Q are integers and Q is not equal to 0? നോക്കാം. 0 ഒരു റാഷണൽ നമ്പർ ആണോ? ബൈ ഡെഫിനിഷൻ ഇതൊരു റാഷണൽ നമ്പർ ആണ്. ബിക്കോസ് ഇന്റിജേഴ്സ് എല്ലാം റാഷണൽ നമ്പർ ആണ്. 0 ഒരു ഇന്റിജർ ആണ്. ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? 0 ഒരു ഇന്റിജർ ആണ്. സോ ഇന്റിജർ ആണ് എങ്കിൽ അത് റാഷണൽ നമ്പർ ആണ്. അപ്പൊ 0 ഒരു റാഷണൽ നമ്പർ ആണ്. ഓക്കെ, ഇനി ഇത് ചോദിച്ചിരിക്കുന്നത് എന്താ? ഇതെന്താ ചോദിച്ചിരിക്കണേ? ഇതെന്താ? നമ്മുടെ റാഷണൽ നമ്പറിന്റെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, റാഷണൽ നമ്പറിന്റെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നോക്കാനുള്ളത്. ക്യാൻ യു റൈറ്റ് ഇറ്റ് ഇൻ ദി ഫോം ഓഫ് P/Q? പറ്റുമോടാ? 0 എന്ന് പറയുന്ന നമ്പറിനെ എനിക്ക് 0/1 എന്ന് എഴുതിക്കൂടെ? ഓർ 0/2 എന്ന് എഴുതിക്കൂടെ? അതല്ല എങ്കിൽ 0/3 എന്ന് എഴുതിക്കൂടെ? അതുമല്ല എങ്കിൽ 0/4 എന്ന് എഴുതിക്കൂടെ? അതായത് ഡിനോമിനേറ്ററിൽ ഏത് ഇന്റിജർ വന്നോട്ടെ, ഒരു കാര്യമില്ല, റിസൾട്ട് വിൽ ബി സെയിം ഓൾവേസ്. 0നെ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലും എനിക്ക് 0 തന്നെയാണ് കിട്ടാൻ പോകുന്നത്. സോ എനിക്ക് ഇതിനെ P/Q ഫോമിൽ എഴുതാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ: പറ്റും. ക്യാൻ യു റൈറ്റ് ഇൻ ദി ഫോം ഓഫ് P/Q? പറ്റും. വേർ P and Q ആർ ഇന്റിജേഴ്സ്. 0 ഒരു ഇന്റിജർ ആണ്. താഴെ ഏത് ഇന്റിജർ വേണം ഇടാം? റാദർ ദാൻ 0. നമുക്ക് 0 ഇടാൻ പറ്റുമോ? അടിയിൽ 0 ഇട്ടാൽ ഇറ്റ് വിൽ ലീഡ് ആസ് ടു എ സൊല്യൂഷൻ. ഏത് സൊല്യൂഷനിലോട്ട് എത്തിക്കും? നോട്ട് ഡിഫൈൻഡ് ഓർ അൺഡിഫൈൻഡ് സൊല്യൂഷൻ. സോ അടിയിൽ 0 ഇടാൻ പറ്റത്തില്ല, ഡിനോമിനേറ്ററിൽ 0 ഇടാൻ പറ്റത്തില്ല. വേറെ ഏത് നമ്പർ വേണമെങ്കിലും കൊടുക്കാം. സോ സാറ്റിസ്ഫൈ ആയിട്ടില്ലേ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? ഫൈൻഡ് 6 റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 3 and 4. 3നും 4നും ഇടയിൽ ഒരു 6 റാഷണൽ നമ്പർ. നമുക്ക് സിമ്പിൾ ആണ്, നമ്മൾ കണ്ടുപിടിച്ചതാ, വളരെ എളുപ്പമുള്ളതാ. ആദ്യം എന്ത് ചെയ്യണം? എത്ര എണ്ണം വേണമെന്ന് നോക്കുക. എത്ര എണ്ണം വേണം? 6 എണ്ണം വേണം. അതിന്റെ കൂടെ 1 കൂട്ടി ആ റിസൾട്ട് അവിടെ കരുതി വെച്ചേക്കുക. 6 + 1 = 7. ഇനി തന്നിരിക്കുന്ന ബിറ്റ്വീൻ ഏതിനൊക്കെ ഇടയിലുള്ള നമ്പർ ആണോ അത് റാഷണൽ ഫോമിലാണോ P/Q ഫോമിലാണോ നോക്കുക. P/Q ഫോമിൽ അല്ല എങ്കിൽ അതിനെ P/Q ഫോമിലാക്കുക. സിംപ്ലി എന്ത് ചെയ്യുക? 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് വെക്കുക. 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് വെക്കുക. ക്ലിയർ ആണല്ലോ? 3/1
4/1. ഇനി എന്ത് ചെയ്യണം? നമ്മൾ കരുതി വെച്ചിരിക്കുന്ന ആ നമ്പർ എടുക്കുക. ആ നമ്പറിനെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുക. 7 7. ഇവിടെയും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുക. 7 7. ഓക്കെ, എന്നിട്ട് അതിന്റെ റിസൾട്ട് എഴുതുക. 3 into 7 21. 1 into 7 7. 7 into 4 എത്ര ഇട്ടോടാ? 28/7. ഓക്കെ ആണല്ലോ. ഇനി എന്ത് ചെയ്യുക? ഇനി വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്. എന്ത് ചെയ്യുക? ന്യൂമറേറ്ററുകൾ ഒന്ന് വെച്ച് ഇൻക്രിമെന്റ് ചെയ്യുക. 22, ഡിനോമിനേറ്റർ 7 തന്നെ കൊടുക്കുക. 22/7, 23/7, 24/7, 25/7, 26/7, ലാസ്റ്റ് 27/7. 6 ആയില്ലടാ? 6 ആയില്ലേ? 6 ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് 5 റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 3/5 ആൻഡ് 4/5. നേരത്തെ എല്ലാം ഡിനോമിനേറ്ററിൽ 1 ആയിരുന്നു വന്നത്, ഇപ്പം 5 വന്നു, അത്രേ ഉള്ളൂ. ഫൈൻഡ് 5 റാഷണൽ നമ്പർ. സെയിം സ്റ്റെപ്പ് ആണ്, സെയിം പ്രൊസീജിയർ. ആദ്യം എന്ത് ചെയ്യുക? എത്ര എണ്ണം വേണമെന്ന് നോക്കുക. 5 എണ്ണം വേണം. +1 6 ആകുന്നു. അത് കരുതി അവിടെ വെച്ചേക്കുക. ഇനി എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന ബിറ്റ്വീൻ ഏതിനിടയിലുള്ള നമ്പർ ആണോ അതെല്ലാം P/Q ഫോമിലാണോ നോക്കുക. P/Q ഫോമിലാണോ? P/Q ഫോമിലാണ്. സോ ആണ് എങ്കിൽ അത് എടുത്തെഴുതുക, അല്ല എങ്കിൽ അതിനെ P/Q ഫോമിലാക്കുക. ഇവിടെ ആണല്ലോ, അപ്പൊ എന്ത് ചെയ്യുക? എടുത്തെഴുതുക. 3/5ഉം 4/5. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ഈ കരുതി വെച്ചിരിക്കുന്ന നമ്പറിനെ ഇതിന്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. into 6. ഇവിടെയും into 6. ആൻസർ എത്ര കിട്ടും? 18/30. 6 × 3 18, 5 × 6 30. ഇവിടെ എത്ര ഇട്ടോടാ? 6 × 4 24, 5 × 6 30. ഓക്കെ ആണോ? ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത എന്ത് ചെയ്യണോടാ? അടുത്ത പ്രോസസ് എന്താ? ന്യൂമറേറ്റർ ബൈ 1 ഇൻക്രിമെന്റ് ചെയ്യുക. 19/30, 20/30, 21/30, 22/30, ലാസ്റ്റ് 23/30. ക്ലിയർ ആണല്ലോടാ? ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എങ്ങനെയാണ് റാഷണൽ നമ്പേഴ്സ്, ബിറ്റ്വീൻ റാഷണൽ നമ്പേഴ്സ് എന്നതിന് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലെന്ന് വിശ്വസിക്കുന്നു. സോ നമ്മൾ ഇത്രയും നേരം കണ്ട പ്രോബ്ലംസിലെല്ലാം, അതായത് നമ്മൾ റാഷണൽ നമ്പർ ഫൈൻഡ് ചെയ്യുന്ന പ്രോബ്ലംസിലെല്ലാം ഒരു കോമൺ ഐഡന്റിറ്റി ഉണ്ട്. അതായത് നമ്മൾ ഇത്രയും നേരം നോക്കിയതിനെല്ലാം ഡിനോമിനേറ്ററുകൾ സെയിം ആയിരുന്നു. ഇവിടെ നോക്കുകയാണെങ്കിൽ ഡിനോമിനേറ്റർ 1 ആയിരുന്നു, ഇവിടെ നോക്കുകയാണെങ്കിൽ ഡിനോമിനേറ്റർ 5 ആയിരുന്നു. ഓക്കെ, സെയിം ഡിനോമിനേറ്റർ വെച്ചുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്തത്. ഓക്കെ അല്ലേ? അപ്പൊ ഇനി അതായത് നിങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടില്ല, പക്ഷെ ഞാൻ സപ്പോസ് നിങ്ങൾക്ക് ഡിഫറെന്റ് ഡിനോമിനേറ്റർ ഉള്ള ഒരെണ്ണമാണ് തരുന്നത്. സേ 1/9നും 1/7നും ഇടയിലുള്ള റാഷണൽ നമ്പേഴ്സ് ആണ് കണ്ടുപിടിക്കാനാണ് പറയണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് കൂടി ഒന്ന് അധികം ചെയ്യേണ്ടതായിട്ട് വരും. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യമേ അതങ്ങ് പറയാം, ആ സ്റ്റെപ്പ് തന്നെ ആദ്യമേ പറയാം. ആദ്യം ഇതിനെ സെയിം ഡിനോമിനേറ്ററിൽ ആക്കുക. ഇവിടെ എല്ലാം സെയിം ഡിനോമിനേറ്ററിൽ ആയിരുന്നു, അപ്പൊ ആ പ്രോസസ് നമുക്ക് ചെയ്യേണ്ടായിരുന്നു. ഇപ്പൊ എന്ത് ചെയ്യുക? സെയിം ഡിനോമിനേറ്ററിലോട്ട് ആക്കുക. സെയിം ഡിനോമിനേറ്ററിലുള്ള നമ്പർ അല്ല തന്നിരിക്കുന്നതെങ്കിൽ, ബിറ്റ്വീൻ നമ്പേഴ്സ് കണ്ടുപിടിക്കാനുള്ള നമ്പേഴ്സ് സെയിം ഡിനോമിനേറ്റർ അല്ല എങ്കിൽ തന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അതിന്റെ സെയിം ഡിനോമിനേറ്ററിൽ ആക്കുക. സോ LCM മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്. സോ ഞാൻ അങ്ങനെ LCM, HCF അതൊക്കെ അറിയാത്ത എന്റെ പിള്ളേരും കാണൂലേ? അങ്ങനെ ഉള്ളവരാണെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, അപ്പോൾ നമുക്ക് അതും എടുക്കാം. ഓക്കെ, പക്ഷെ ഞാൻ അങ്ങനെയല്ല, അറിയാത്ത ആരെങ്കിലും ഉണ്ട്, ചിലപ്പോൾ അതൊക്കെ ഡൗട്ട് ഉള്ള ആൾക്കാർ കാണാം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് അത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. LCM ഒന്നും ഞാൻ പറയുന്നില്ല, ജസ്റ്റ് അതിന്റെ മെത്തേഡ് ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, സോ ഈ നമ്പറിനെയും നമുക്ക് സെയിം ഡിനോമിനേറ്റർ ആക്കണം. സെയിം ഡിനോമിനേറ്റർ ഉള്ള കറസ്പോണ്ടിങ് നമ്പർ കണ്ടുപിടിക്കണം. ഓക്കെ, ആദ്യം ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടത്തെ നമ്പർ എടുക്കണം, ഇവിടത്തെ ഡിനോമിനേറ്റർ എടുക്കണം. ഓക്കെ, ഏതാ? 7. ആ ഡിനോമിനേറ്ററിനെ ഇവിടത്തെ ന്യൂമറേറ്ററിലും ഇവിടത്തെ ഡിനോമിനേറ്ററിലും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ ആണോ? ഇനി അടുത്ത സ്റ്റെപ്പില് ഇവിടത്തെ ഡിനോമിനേറ്റർ എടുക്കണം, എന്നിട്ട് ആ ഡിനോമിനേറ്റർ കൊണ്ട് ഇവിടത്തെ ന്യൂമറേറ്ററിലും ഇവിടത്തെ ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, സോ എങ്ങനെ വരും? 1 × 7/9 × 7. അടുത്തത് ഏത് വരോടാ? 7 9 സോറി എത്ര? 1 × 9/7 × 9. ഇങ്ങനെ ആക്കിയാൽ മതി. ഇതാണ് LCM മെത്തേഡ് ഒന്നും പറയുന്നില്ല ഞാൻ. സോ ഇങ്ങനെ നമുക്ക് സെയിം ഡിനോമിനേറ്റർ ആക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ എത്ര കിട്ടോടാ? എനിക്ക് ഇവിടെ 7/63 കിട്ടും. ഇവിടെ എത്ര കിട്ടോടാ? എനിക്ക് 9/63 കിട്ടും. ഇനി നമ്മുടെ സെയിം പ്രോസസ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? എത്ര എണ്ണം വേണം? 5 എണ്ണം വേണം. സോ 5 + 1 6. ഈ 6 കൊണ്ട് ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഇനി അതിനിടയിലുള്ള നമ്പേഴ്സ്, സിമ്പിൾ ആയിട്ടുള്ള പരിപാടി, വളരെ ചെറിയൊരു പ്രോസസ്. ഓക്കെ, എത്ര എണ്ണം വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. സോ ഞാൻ ഇനി കാൽക്കുലേഷൻ ഒക്കെ ചെയ്ത് നമ്മുടെ ടൈം വെറുതെ കളയുന്നില്ല. ടൈം ഈസ് വെരി ഇമ്പോർട്ടന്റ്. സോ ഞാൻ വെറുതെ കളയുന്നില്ല, കാൽക്കുലേഷൻ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻ ഇതിനകത്ത് പറയുന്ന ക്വസ്റ്റ്യൻ അല്ല, ഞാൻ ഒരു എക്സ്ട്രാ ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞു തന്നതാണ്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ ഏതാടാ?
ഓ കളറൊക്കെ ഒരുപാടായല്ലേ. നമുക്ക് കളർ ക്ഷാമമൊന്നുമില്ല, നമുക്കിവിടെ പച്ചയുണ്ട്, പച്ച വെച്ചിട്ട് അടുത്ത് ചെയ്യാം. ഓക്കെ, സ്റ്റേറ്റ് വെദർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്, ഗീവ് റീസൺ ഫോർ യുവർ ആൻസർ. ഓക്കെ, എവരി നാച്ചുറൽ നമ്പർ ഈസ് എ വോൾ നമ്പർ. എല്ലാ നാച്ചുറൽ നമ്പറും വോൾ നമ്പർ ആണോടാ? സോ വോൾ നമ്പർ സെറ്റ് എന്ന് പറഞ്ഞാൽ സീറോയും നാച്ചുറൽ നമ്പറും കൂടെ ചേർന്ന എല്ലാ നാച്ചുറൽ നമ്പറും വോൾ നമ്പർ ആണോ? ആണ്. അല്ലടാ, എല്ലാ നാച്ചുറൽ നമ്പറും എപ്പോഴും എന്തായിരിക്കും? വോൾ നമ്പർ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ബിക്കോസ് വോൾ നമ്പർ ഈസ് എ കോമ്പിനേഷൻ ഓഫ് സീറോ ആൻഡ് ഓൾ അതർ നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, അത് നാച്ചുറൽ നമ്പർ. അതുകൊണ്ട് എന്താ, എല്ലാ നാച്ചുറൽ നമ്പറും വോൾ നമ്പർ ആയിരിക്കും. സോ റീസൺ ആയേ. ഓക്കെ, ഇനി നമുക്ക് ട്രിക്ക് വെച്ചൊന്ന് നോക്കാം. ഇത് എവിടെ നിന്ന് എങ്ങോട്ടാ ചോദിക്കുന്നത്? എല്ലാ നാച്ചുറൽ നമ്പറും വോൾ നമ്പർ. നാച്ചുറൽ നമ്പറിൽ നിന്ന് വോൾ നമ്പറിലോട്ടാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, നാച്ചുറൽ നമ്പർ ടു വോൾ നമ്പർ റിലേഷൻ വെച്ച് വെച്ചിരിക്കുന്നത്. സോ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് വന്നിരിക്കുന്നത്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് വന്നാൽ ട്രൂ. സാറ്റിസ്ഫൈ ആയില്ലേ? നമ്മൾ ട്രിക്ക് സാറ്റിസ്ഫൈ ആയില്ലേ? ഓക്കെ, ഇനി അടുത്ത എവരി ഇൻഡിജർ ഈസ് എ വോൾ നമ്പർ. ഇൻഡിജർ ആണ് വലുത്. സോ ഇൻഡിജർ ഈസ് എ വോൾ നമ്പർ. വോൾ നമ്പർ പ്ലസ് നെഗറ്റീവ് natural number, combination of so integers are the combination of whole number plus negative form of the natural number. Okay, so every integer is a whole number. So ഈ സ്റ്റേറ്റ്മെന്റ് ഏതായിരുന്നു? ട്രൂ ആയിരുന്നു അല്ലേ? ഓക്കെ, every integer is a whole number is a false statement. എന്തുകൊണ്ടാ? Because negative form of natural number is not included in the whole number set. Because negative form of the natural number is not included in the whole number set, but it is included in the integer set. So അതുകൊണ്ട് എന്താ, every integer is a whole number is a false statement. അതായത് നെഗറ്റീവ് ഫോം ഓഫ് നാച്ചുറൽ നമ്പർ ഇന്റിജർ സെറ്റിനകത്തുണ്ട്, പക്ഷെ വോൾ നമ്പർ സെറ്റിനകത്ത് നെഗറ്റീവ് നമ്പേഴ്സ് വരുമോ? ഇല്ല. അതുകൊണ്ട് എവരി ഇന്റിജർ ഈസ് എ വോൾ നമ്പർ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. ഇനി നമ്മുടെ ട്രിക്ക് വെച്ച് നോക്കാം. വോൾ എവിടെന്നാ? ഇന്റിജറിൽ നിന്ന് വോൾ നമ്പറിലോട്ടുള്ള റിലേഷനാണ് ചോദിച്ചിരിക്കുന്നത്. സോ എവിടെന്ന്? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടുള്ള റിലേഷനാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഫോൾസ്. ഇനി അടുത്ത ഏതാ? എവരി റാഷണൽ നമ്പർ ഈസ് എ വോൾ നമ്പർ. സോ ടിപ്പിക്കലി ഇത് റാഷണൽ നമ്പർ. എങ്ങനെയാ റാഷണൽ നമ്പർ വരുന്നത്? റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഇന്റിജറും ഫ്രാക്ഷനും കൂടെ ചേരുന്നതാണ്. ഇനി ഇന്റിജർ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? വോൾ നമ്പറും നെഗറ്റീവ് ഫോം ഓഫ് നാച്ചുറൽ നമ്പറും കൂടെ ചേർന്ന, അതിന്റെ കൂടെ ഫ്രാക്ഷനും കൂടെ ചേർന്നാൽ എന്തായി? റാഷണൽ നമ്പർ ആയി. ഓക്കെ, സോ ഇക്വേഷൻ ജനറേറ്റ് ചെയ്തു. ഇനി എല്ലാ റാഷണൽ നമ്പറും വോൾ നമ്പർ ആണോ? അല്ലടാ, റാഷണൽ നമ്പറിനകത്ത് നെഗറ്റീവ് നമ്പേഴ്സ് വരുന്നുണ്ട്. ഈ നെഗറ്റീവ് നമ്പേഴ്സ് വോൾ നമ്പറിനകത്ത് പെടോ? ഇല്ല, അത് പെടത്തില്ല. ഫ്രാക്ഷൻസ് വോൾ നമ്പറിനകത്ത് പെടോ? അതും ഇല്ല. സോ എവരി റാഷണൽ നമ്പർ ഈസ് എ വോൾ നമ്പർ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. ഈ ട്രിക്ക് ഉപയോഗിച്ച് നോക്കാം. എവിടെ നിന്ന് എങ്ങോട്ടാ? റാഷണൽ നമ്പറിൽ നിന്ന് വോൾ നമ്പറിലോട്ടാണ് നോക്കുന്നത്. സോ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് നോക്കുന്നത്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് നോക്കുന്നതെങ്കിൽ എന്താ? അത് ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ക്ലിയർ ആണല്ലോടാ? ക്ലിയർ ആണല്ലോ? ക്രിസ്റ്റൽ ക്ലിയർ ആണല്ലോ? സോ റാഷണൽ നമ്പറിന്റെ അണ്ടറിൽ വരുന്ന പ്രോബ്ലംസ് എല്ലാം തീർന്നിട്ടുണ്ട്. ഒരുവിധമൊക്കെ എല്ലാം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. സോ അതെല്ലാം ക്ലിയർ. റാഷണൽ നമ്പർ കൺസെപ്റ്റ് എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത് നമുക്ക് ഈ റാഷണൽ നമ്പറിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസിലോട്ടാണ് അല്ലെങ്കിൽ പ്രോബ്ലംസിലോട്ടാണ് നമ്മൾ പോകുന്നത്. സോ സ്റ്റേ ട്യൂൺഡ്.